കൈക്ക് കാര്യമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഓപ്പറേഷനാ ഇപ്പം നടക്കുന്നത്. തലയ്ക്കുള്ള പരിക്ക് അത്ര സാരമുള്ളതല്ല. അമേരിക്കയിലുള്ള വിവേകിന്റെ പാരന്റ്സ് വിളിച്ചിരുന്നു. ഡോക്ടർ അവരോട് സംസാരിച്ചു. നിങ്ങൾ ടെൻഷൻ ആവണ്ട. നൗ ഹീസ് ഓക്കെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ചേച്ചി, എന്നാലും ആരായിരിക്കും വിവേകിനോട് ക്രൂരത കാണിച്ചത്? വിവേകേട്ടന് ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ? എനിക്കറിയില്ല മോളെ. അതെ, ഈ ICU എവിടെയാ? ഇവിടുന്ന് വലത്തോട്ട് ചെന്നാൽ മതി. താങ്ക് യു. ആന്റി അമ്മ അന്വേഷിച്ചു വന്നാണോ? ആരുടെ അമ്മേ? ആന്റിയുടെ കൂട്ടുകാരി എന്റെ അമ്മ അംബിക. ഞാൻ അവളെ കാണാൻ വന്നൊന്നുമല്ല, ഞാനൊരു ഡോക്ടറെ കാണാൻ വന്നതാ. നീ എന്തിനാ ചിരിക്കുന്നത്? ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഒന്ന് ഇരുട്ടി വിളിക്കുമ്പോഴത്തേക്കും ഓരോരുത്തർക്ക് വരുന്ന മാറ്റങ്ങളെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ അമ്മയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവളെ അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാ. അല്ല, കമ്പനി ഇല്ലാതിരിക്കുന്നതാണ് നിങ്ങളുടെ രണ്ടുപേരുടെ ആരോഗ്യത്തിന് നല്ലത്. എന്നെ ഉപയോഗിച്ച് പഞ്ചരത്നങ്ങളെ തമ്മിലടിപ്പിക്കാനായിരുന്നു നിന്റെ അമ്മയുടെ പ്ലാൻ. അത് ഞാൻ പൊളിച്ച് കൈ കൊടുത്തു. ആ, അമ്മ ആഹാരം കഴിച്ചിട്ട് ഇപ്പൊ വരും, കണ്ടിട്ട് പോയാൽ മതി ട്ടാ. നല്ല തലവേദന, ഞാൻ ആ ഡോക്ടറെ ഒന്ന് പോയി കാണട്ടെ. അല്ല, നിന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അതോ ദേ ആന്റി ഇപ്പൊ പോയാ ഞാൻ ഇങ്ങനെ മര്യാദക്കാരനായിരിക്കും, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. തിളയ്ക്കാതടാ ചെറുക്ക, എന്നോട് നേർക്ക് നേരെ നിൽക്കാനേ നീ ആയിട്ടില്ല. അപ്പൊ അനിയത്തിക്കുട്ടികൾ അമ്മാവനെ കാണാൻ വന്നതല്ല. വിവേക് എന്ന് പറഞ്ഞൊരാൾ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? അവിടെ തിയേറ്ററിൽ. ആ ശരി. കാണുന്നില്ലല്ലോ ഈശ്വര. മോള് സമാധാനിക്കേ, നമുക്ക് കണ്ടുപിടിക്കാം. അവർ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരിക്കും വന്നത്. അഭിമന്യു പറഞ്ഞ ആശുപത്രി ഇത് തന്നെയാ. നമുക്കേ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വാ. വിഷമിക്കല്ലേ അനുഖേച്ചി. വിവേകിന് എന്തെങ്കിലും പറ്റിപ്പോയാ എനിക്കിത് ആലോചിക്കാൻ പോലും. ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ആവശ്യത്തിലധികം സങ്കടം ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. ഇത് കൂടുതൽ അനുഭവിക്കാൻ നമുക്കാവില്ലെന്ന് ദൈവത്തിനറിയാം. അമൃതേച്ചി, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.